DKP നേതാവ് ശ്രീ എൽദോ പയ്യമ്പിള്ളിയെ ആക്രമികൾ കുത്തിക്കൊന്നു. പാർട്ടി മീറ്റിംഗിന് ശേഷം വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന എൽദോയെ കാറിൽ വന്ന അക്രമി സംഘം കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷം പോലീസുമായി ഏറ്റുമുട്ടി. 2 ആഴ്ച മുൻപ് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബോധന ചെയ്ത ശ്രീ എൽദോ സംസാരിക്കുമ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ഷാഫിൽ എന്നയാളെ പരാമർശിച്ചത് വൻ വിവാദത്തിന് വഴിതെളിച്ചു. ഷാഫിൽ എന്നയാൾ നിലവിൽ സാറേ, ഷാഫിൽ പറഞ്ഞ 2 ദിവസം ഒന്ന് മാറിയിരിക്കാനാ. ശരി സാറേ, പോ. എടാ, തനിക്ക് എന്ത് കണ്ടാലും ഈ ഫോണെടുത്ത് ഷൂട്ട് ചെയ്യുന്ന പരിപാടി നിർത്താറായില്ലേ? അല്ല, കഴിഞ്ഞ ദിവസം എന്തായിരുന്നു അവിടെ ഒരു കച്ചവച്ച? അതൊരു വഴി പ്രശ്നമാണ് സാറേ. സാറേ, ചെറുക്കൻ്റെ കാര്യം എങ്ങനെയാ? എടോ, കാനഡയിൽ വിസയും കാത്തിരിക്കുന്നവനോട് ആരോടോ പോയി കക്കാൻ പറഞ്ഞു. ആ സൂസന്നെ വേടല്ലേ എന്തായാലും പറഞ്ഞു. ഉറപ്പല്ലേ സാറേ? ഓ, അവരൊരു പാവ. ഒരു 5-6 കൊല്ലം മുമ്പ് ഇതുപോലൊരു പയ്യനെ പണ്ടി വരുന്ന പൊക്കി 2 പൊട്ടിച്ചൊരു പയ്യനും കൊടുത്ത് പറഞ്ഞു കിട്ടിയ ചാൻസിൽ ചെക്കൻ കയറിയും കൂടി. അതിനുശേഷം മൊത്തത്തിലൊരു മരവിപ്പ. മാണി സാറങ്ങാണ്ടാവണായിരുന്നു. അപ്പം അയാളല്ലേ ഇവിടുത്തെ എസ് ഐ? പുള്ളി ഗ്രേഡാ. ഗ്രേഡോ? ആ, ഈ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ SI യൂണിഫോമൊക്കെയാണ്, പക്ഷെ ആ പവറില്ല. ഈ സർവീസ് കാലാവധിയൊക്കെ കിട്ടുന്ന പ്രൊമോഷൻ അതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ ഇങ്ങേരു വക്കീലിൻ്റെ വണ്ടി പോയി. ഇങ്ങേര് ഗ്രേഡാണെന്ന് പുള്ളി അങ്ങ് പച്ചക്ക് പറഞ്ഞു. അപ്പം ഇങ്ങേർക്ക് ഫൈനിടാളോ ഓർമ്മയില്ല. അത് ഈ ഫൈൻ അടക്കണമെങ്കിലേ SIയും അതിന് മുകളിലാക്കേ പറ്റുള്ളൂ. ഇങ്ങേരുടെയൊക്കെ റാങ്ക് വല്ല SP ഓഫീസിൽ പോയി നോക്കിയാൽ ASIയോ ഹെഡ് കോൺസ്റ്റബിൾ വല്ല ആയിരിക്കും. ആ, അപ്പോൾ വക്കീൽ അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഇങ്ങേരുടെ ഗുരുവും പൊട്ടി. അങ്ങനെ ആകെ 4 നാറ്റ കേസായി. രാവിലെ SP ഓഫീസിൽ വിളിച്ചാൽ ഊരത്രയും. സർ, സൂസന മാഡം. നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബസ്സിലായതാണ് പ്രശ്നം. ആ, മണി സാറേ, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് ഡേവിഡ്. ഇവർക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്, പക്ഷെ നമുക്കത് ഒഫീഷ്യലായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം സാറൊന്ന്. ശരി മാം, നമുക്കേ ആ പുറത്തെ മുറിയിൽ സംസാരിക്കാം. വരും. ശരി. താങ്ക് യു മാം. ആ വെള്ളം ചീത്തയാ. ഞാനിപ്പോ വരാം. സാറേ, എന്ത് കേസ്? നിനക്ക് വരെ അറിയോ? മറ്റേ
ട്രാവേഴ്സിംഗ് സേവ. ആരാ സാറേ ഇത്? ആ, അകത്തിരിക്കുന്ന പെണ്ണും പിള്ളി ഈ ഫേസ്ബുക്കിലൊക്കെ ഹോട്ട് ഫോട്ടോസ് ഇടുന്നൊരു മോഡല്. ആ കൂടെയുള്ള ഈർക്കിളി സൈസ് പയ്യനാ അവളുടെ ഫോട്ടോഗ്രാഫർ. 8 or 10 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഇവളുടെ കെട്ടിയവനും നാട്ടിലില്ല, പുറത്താ. അത് പിന്നെ എങ്ങനെയാണല്ലോ, ഞങ്ങളെ നാട്ടിൽ ഇതുപോലെ എടേ കയറി ഉണ്ടാക്കലടാ. ആദ്യം ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് നീ ഉണ്ടാക്ക. എന്നിട്ട് ഫോട്ടോ എടുത്ത് രണ്ടും കൂടി ഒരു കിടക്കയിലെത്തി. എന്നും ഇത് തന്നെയായിരുന്നു പരിപാടി. ഇനിയാണ് ട്വിസ്റ്റ്. രണ്ടിന്റെയും കഴപ്പ് അവിടെ തീർന്നോ? ഇല്ല. ഇവനൊരു ഫോട്ടോഗ്രാഫർ. ഇവന്റെ കയ്യിൽ ഒരു DSLR ക്യാമറ ഉണ്ടായിരുന്നു. ഫുൾ റെക്കോർഡ് ചെയ്തോ സാറേ? എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവൻ ഏതോ സൂപ്പർ ഫാസ്റ്റ് ബസ് കിടന്നുറങ്ങി. എണീറ്റപ്പോ ക്യാമറ ബാഗ് അടക്കം ആരോ പൊക്കി. അപ്പൊ ഫുൾ HD. നോക്കൂ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ ബസ് എന്നൊക്കെ സ്ഥിരം മോഷ്ടിക്കുന്നവന്മാരുണ്ട്. പക്ഷെ അത് നമ്മുടെ സർക്കിളിൽ തന്നെ ആവണമെന്നില്ലല്ലോ. സൂപ്പർ ഫാസ്റ്റ് ബസ് വെച്ച് കളഞ്ഞു പോയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആൾ എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങിയെന്നൊന്നും അറിയാതെ. അല്ല, അന്ന് അടുത്തിരുന്നയാളെ ഓർമ്മയുണ്ടോ? സർ, എനിക്കൊന്നും ഓർമ്മയില്ല സർ. സർ, ക്യാമറ അല്ല സർ ഇമ്പോർട്ടൻറ്റ്, അതിനകത്തുള്ള മനസ്സിലായി. ആ ബാഗിലുള്ള മെമ്മറി കാർഡിലാണ് സ്ഫോടക ശേഷിയുള്ള ആ ക്ലിപ്പ് അല്ലേ? ഇതേ സിം കാർഡ് IMEI നമ്പറും ഒക്കെ ഉള്ളൊരു ഫോണായിരുന്നെങ്കിൽ ആ സൈബർ സെല്ലിലേക്കൊന്ന് അറിയിച്ചാൽ മതി. പക്ഷേ ഇത് അല്ല. ഇനി ഈ ക്ലിപ്പ് എങ്ങാനും ആരെങ്കിലും ഇന്റർനെറ്റിൽ എങ്ങാനും ലീക്കാക്കിയ, അല്ല അത് വേണമെങ്കിൽ നമുക്ക് സൈറ്റ് കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്യാം. പക്ഷെ എത്ര സൈറ്റ് എന്ന് വെച്ചാ? പിന്നെ അത് മാത്രം വാട്സാപ്പ്, ടെലഗ്രാം, ടോറന്റ്. അല്ല, ഞാൻ ഈ കേസിന്റെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞതാ. സർ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പേനുണ്ടോ? പേനയുണ്ടോ? എൻ്റെ കയ്യിലുണ്ട് സർ. ആ, ഞാൻ കുറച്ച് വെബ്സൈറ്റിന്റെ പേര് പറയും, താനോ നോട്ട് ചെയ്യും. www.triplex. സർ, ഞാനൊന്ന് ശരി. ഞാൻ തരാം. ആ സമയം നിന്റെ അടുത്താരെ ഇതും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇത് ഞാൻ ഷംസൂനെ ഏൽപ്പിച്ച കാര്യമല്ലേ? അവന് വരാൻ പറ്റിയില്ല. രാത്രി അവന്റെ പേരിൽ പോലീസ് വന്നു. എടാ, നീ വന്നാണ് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായത്. നിന്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളേ? കോളേജിൽ പോവാൻ, പഠിക്കാൻ, പണ്ടാറടങ്ങ് ഇതിൻ്റെ അടുത്തൊന്നും വന്ന് ചാടല്ലേന്ന്. നിനക്കെന്ത് ഇത്രയ്ക്ക് ബോധമില്ലേ? എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന ഇക്കട പേടിയെങ്കിൽ അതേ പേടി തന്നെ എനിക്കുള്ള. ഇക്കാക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ വേറെ ആരുള്ള. പോട്ടെ, കരയണ്ട. ഞാൻ ഷംസൂനെ പറഞ്ഞ് ഏൽപ്പിച്ച സാധനം നീ കൊണ്ടുവരണോ?
Yes, Koshi, tell me, did you get him? So you lost him. എടോ രണ്ടാഴ്ച ഞാൻ മാറി നിന്നപ്പോഴത്തേക്കും യു സ്ക്രൂഡ് ഇറ്റ് അപ്പ്. എടോ അവന്റെ ലൊക്കേഷൻ വാസ് എ ക്രൂഷ്യൽ പീസ് ഓഫ് ഇൻഫർമേഷൻ. കോശി, ഐ നെവർ എക്സ്പെക്ടഡ് യു ടു ബി സച്ച് ഇൻകംപിറ്റന്റ്. സർ, അവന്റെ അനിയനെ ഞങ്ങൾ സ്പോട്ടി വെച്ച് പൊക്കെയായിരുന്നു സർ. Who, that college kid? യെസ് സർ. Azam, right? സർ. The one you have been following? യെസ് സർ. See, Koshi, what's the use? അവനെ മാത്രം കിട്ടിയിട്ട് എന്ത് കാര്യം? സർ, ഇവൻ ദോ ഷാഫിൽ നമ്മുടെ റഡാർ ഉണ്ടായിരുന്നെങ്കിലും അവൻ അവന്റെ ബ്രദറുമായിട്ട് റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇവൻ എക്സാക്ട് ഇവന്റെ ബ്രദറിന്റെ ഹൈഡ് റോട്ട്സ് അറിയാം സർ. Koshi, we have no time to waste. Are you sure Sir. about this? ഐ എം ഷുവർ സർ. കഴിഞ്ഞ ദിവസം നിന്റെ വീട്ടിൽ വന്ന് ഷാഫിലിനെ പറ്റി ചോദിച്ചപ്പോ നീ എന്തോടാ പറഞ്ഞേ? അവന് വീടുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നല്ലേ പറയടാ. പിന്നെ അവനിരിക്കണ സ്ഥലം നീ എങ്ങനെയാടാ അറിഞ്ഞ? പറയടാ. നിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നല്ലോ, നീ എന്താ അവന് കൈമാറിയത്? പറ. കുറച്ച് പൈസ, ഒരു ഫോണും. ഫോണോ? പറയടാ. നമ്പർ പറയടാ. പറയടാ. സാറേ, ഇവനോട് ഇങ്ങനെ ചോദിച്ചാലൊന്നും അവൻ പറയില്ല. എടോ, ആ യൂണിയൻകാരായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണ്? 2 മണിക്കാ സാറേ. ആ, അതുവരെ ഞാനൊന്ന് കിടക്കാണ്. എനിക്ക് വല്ലാത്തൊരു തലവേദന പോലെ. അതുവരെ ആര് വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ് കേട്ടോ. ശരി ശരി. താൻ ആ മെയിൻ ഡോർ ഒന്ന് ലോക്ക് ചെയ്തിര്. ശരി. അതുപോലെ സെക്യൂരിറ്റിയോട് ആരെയും കടത്തി വിടണമെന്ന് പറഞ്ഞിര്. ശരി ശരി സാർ. So, Koshi, if you're really sure this Azam guy knows something, yeah, then do whatever is necessary to get him to speak. Yes, sir. Forget about the protocols. സർ, ഷാഫിലിനെ കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സർ. ബിക്കോസ് ഹീസ് എ ബോൺ ക്രിമിനൽ. സാറിന് അറിയാലോ സർ. So, സർ, പക്ഷേ ഇവനെ കൊണ്ട് നമുക്ക് പലതും പറയിക്കാൻ പറ്റും സർ. what do you mean? ഇവനെ ഇങ്ങോട്ട് വിട്ടതാരാണ്, ഇവന്റെ കൂടെ ആരൊക്കെയാ ഉള്ളത്? Okay, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? Where are you guys right now? ടൗൺ സ്റ്റേഷനിലാണ് സർ, 3rd floor സർ. No, 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 no. അവനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റ്. ഓക്കെ സർ. We can't afford to keep him at the station. It's not wise. ഓക്കെ ഓക്കെ സർ. ഓക്കെ. Wait. I have a plan. സർ. യെസ് സർ. ഓക്കെ സർ. സർ, പക്ഷെ ഇവിടെ വെച്ച് ഇൻട്രോഗേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലില്ല, അധികം ആളൊന്നുമില്ല സർ. പക്ഷേ ബാക്കിലൊരു റൂമുണ്ട്. ഇറ്റ്സ് ഓക്കെ സർ. സർ, എടോ, ആംസനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി സാർ. ഷാഫി, നിങ്ങൾക്ക് എല്ലാവർക്കും മാറി നിൽക്കാനുള്ള സെറ്റപ്പ് ഞാൻ ശരിയാക്കി. സാറേ, അതല്ല കാര്യം. എന്റെ അനിയൻ ആസാം. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? അവനെ അവന്മാർ കൊണ്ടുപോയതേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടല്ലോ. പിന്നെ അവനെ കൊണ്ടുപോയി ഏക സാക്ഷി നീയും. ഞാനിതിൽ എങ്ങനെ ഇൻവോൾവ് ആകാനാ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ ഇവിടുന്ന് 4 ആൾ അറിയാതെ ഒരു സേഫായ സ്ഥലത്ത് എത്തിച്ചേരാം. എന്താ? എടോ, തനിക്ക് വേണ്ടിയല്ലോ ഞാൻ ഈ കണ്ടവന്മാരൊക്കെ വെട്ടാനും കുത്താനും ഇറങ്ങിയത്. അതിന് ഞാൻ പറഞ്ഞിട്ടാണ് നീ എന്തോരം വെട്ടിയത്. അതിനു മുമ്പുള്ള 5 പേരും തന്റെ കണക്കിൽ തന്നെയുള്ളതല്ലേ? ഷാഫിലെ,
നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണത് നിനക്ക് ഓർമ്മ വേണം. സാറേ സോറി, ക്ഷമിക്ക്. സാർ MLA ആവുന്നതിനും ഒരു വക്കീലല്ലായിരുന്നു. അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആലോചിക്കും സാറേ. ഒരു വഴിയുണ്ട്. അവനെ വാറണ്ടി ഇല്ലാതാണ് കൊണ്ടുപോയെങ്കിലേ ഒരു വക്കീലെ വെച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. പിന്നെ അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് അറിയാൻ കഴിഞ്ഞാൽ നമുക്കവനെ ഊരിയെടുക്കുകയും ചെയ്യാം. ആ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും നൈസായിട്ടൊരു പണിയും കൊടുക്കാം. സാറേ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാരെ ഉറപ്പായി അവനെ കൊണ്ടുപോയി ടൗൺ സ്റ്റേഷനിലായിരിക്കും. അവനെ അവിടെ വെച്ചോണ്ടിരിക്കുന്ന റിസ്ക് ആണ്. അവരുടെ സൈഡിൽ നിന്ന് കോർട്ട് വഴി വല്ല വാറണ്ട് എടുത്ത് സ്റ്റേഷൻ സെർച്ച് ചെയ്താൽ നമ്മൾ ഇത്രയും ചെയ്ത വർക്ക് വേസ്റ്റ് ആകും. ഐ വിൽ ബി ജോയിനിങ് ടുമോറോ. നൗ ജസ്റ്റ് ഷിഫ്റ്റ് ഹിം. ഓക്കെ. എടോ, ടൗൺ സ്റ്റേഷനിൽ വെച്ചാൽ തന്നെയും അവിടുന്ന് അവനെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ താൻ പുറത്തുള്ളത് കൊണ്ടേ അവരൊരു സ്റ്റേഷൻ ആക്രമണം വരെ പ്രതീക്ഷിച്ചിരിക്കും. അവരവനെ മാറ്റിയാലും ആ സ്ഥലം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലേ നമുക്കൊരു ഹോപ്പുമില്ല. ഷാഫിലെ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിൻ്റെ അനിയനെ അവന്മാരെന്തായാലും ചോദ്യം ചെയ്യുന്നുണ്ടാവും. അവന് കാര്യങ്ങൾ എത്രമാത്രം അറിയാം? സാറേ അവനൊന്നും അറിയില്ല. അവൻ ഇതിൻ്റെ അകത്തുനിന്ന് വന്ന് ചാടാതിരിക്കാൻ അവനെ കൊണ്ട് ഹോസ്റ്റലിലാക്കിയേ. എൻ്റെ പേര് പോലും ഒരു രേഖയിൽ വരാണ്ട് നോക്കിയേ. നിങ്ങളുടെ കാര്യം അവനൊന്നും അറിയത്തില്ല, അതുറപ്പാ. പോരെ? ആ സർ, അവരെത്തി സർ. ശരി സർ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ സർ. ആ എടോ, നമ്മുടെ ടൗൺ സ്റ്റേഷനിലുള്ള ആ ഹെഡ് കോൺസ്റ്റബിളിലെ ആ നല്ല കഷണ്ടിലുള്ള അയാളുടെ പേരെന്താ? സഹദേവൻ. അയാളെ ഒന്ന് വിളിച്ചേ. അഗസ്റ്റിൻ. മാഡം. ടൗൺ CIയും കുറച്ച് ഓഫീസേഴ്സും കൂടെ വന്നിട്ടുണ്ട്. എന്തോ കോൺഫിഡൻഷ്യൽ കാര്യമാണെന്ന് തോന്നുന്നു. അവർ ബാക്ക് ഡോർ വഴിയാണ് വന്നേക്കുന്നത്. താനൊരു കാര്യം ചെയ്യേ, ആ ബാക്ക് റൂം ഒന്ന് ഫ്രീ ആക്കി കൊടുക്ക്. പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടേ ഒന്ന് മാറ്റിയേരെ. അല്ല മാഡം, ഇവരെന്ത് പണിയാ കാണിക്കണേ? മാഡത്തിന്റെ സ്റ്റേഷനിൽ വന്നിട്ട് മുറി കയറിയിരുന്ന് കുറ്റിയിടുന്നു. മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആ മണിസാറെ, എന്താ സംഭവം? എടോ ഷാഫിലെ, എനിക്ക് വിളിച്ചു പറയാൻ പറ്റാവുന്നവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരമണിക്കൂറിൽ അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പോരെ? പിന്നെ ഞാൻ ഫോണിൽ സംസാരിച്ചില്ലേ, ഈ ആഞ്ഞിലി റോഡ് വഴി പോയാൽ എൻ്റെ പരിചയത്തിൽ എൻ്റെ കൂട്ടുകാരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങുന്നവരെ നിങ്ങൾ അവിടെ തങ്ങിയാൽ മതി. പിന്നെ എന്നത്തെ പോലെ ഫ്രണ്ട് സീറ്റിൽ കയറി ഇരിക്കണ്ട, പോലീസ് ലുക്കോട്ടുള്ള. ശരി. അകത്തിരിക്കുന്നത് ടൗൺ CI കോച്ച് സാർ. ഞാൻ ഒരു 5-6 വർഷം അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നതാ. ആളൊരു ചകല. ഇപ്പോഴിതാ 10-17 വയസ്സുള്ള ഒരു പയ്യനെയും തൂക്കി വന്നേക്കുക. എന്താ കേസെന്ന് വല്ലതും പറഞ്ഞോ? രഹസ്യാന്ന് പറഞ്ഞു, കോൺഫിഡൻഷ്യലാ. പ്രശ്നമാവോ? സർ, എന്താ? അകത്തെന്റെ ബാഗ് മറന്നു വെച്ചായിരുന്നു. അകത്തൊരു സീരിയസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. നീ പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. മാഡം, ഇത് വലിയ റിസ്ക് ആണ്. അകത്തിരിക്കുന്ന ചെക്കന് എന്തെങ്കിലും പറ്റിയാൽ കൊണ്ടുവന്നമാർ ഒന്നും ഇത് ഏറ്റെടുക്കില്ല. SI മാഡത്തിന്റെ ഇന്ന് GD ഡ്യൂട്ടിയിലുള്ള എൻ്റെ ഈ കഥയൊന്നും അറിയാണ്ട് പുറത്ത് നിൽക്കുന്ന ആ 3 പാറവകാരുടെ ഇവരുടെയൊക്കെ പണി തിരക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടായിരിക്കും. പിന്നെ GD വെച്ച് നോക്കിയാൽ മണി സാർ ഇന്ന് ലീവിലാണെന്നല്ലേ വരത്തുള്ളൂ. യുവമാർ വന്നു പോയതിൻ്റെ തെളിവായിട്ട് ഇവിടെ CCTV ക്യാമറ പോലും ഇല്ല. എടോ, എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അകത്തു പോയി ഓർഡർ ഇടാൻ പറ്റുമോ? ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസർ അകത്തുള്ളത്. നിന്റെ ഇരിക്കണ സ്ഥലം ഏകദേശം എവിടെയെന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ ബറ്റാലിയൻ അവന് വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നത്. ഷൂട്ടർ സെറ്റാ ഓർഡർ, കൺഫേം എൻകൗണ്ടർ. ഇപ്പോൾ അവൻ ജീവനോടെ വേണം നിനക്കുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അവൻ്റെ ഫോൺ നമ്പർ പറ. പിന്നെ അവനായിട്ട് പോയല്ല കൊന്നത്, ഓരോരുത്തർ പറഞ്ഞിട്ടല്ലേ. നീ അവരുടെ പേര് പറ, അവനോട്.
നിന്റെ ഇക്കയുടെ ഇപ്പോഴത്തെ നിലയിൽ അവൻ കീഴടങ്ങിയവരെ അവനെ തൂക്കുകയർ കൺഫേമാ. അവൻ്റെ ശിക്ഷ ഞാൻ വിചാരിച്ച കുറയ്ക്കാൻ പറ്റും. നിന്നെ ഈ കേസിൽ നിന്ന് ഉരുത്തരം. അവൻ്റെ നമ്പർ പറ. സത്യമായിട്ട് എനിക്കറിയില്ല സാറ്. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം സാറേ. മോനെ അല്ലെങ്കിൽ നിന്നോട് ചവിട്ടി കൊല്ലിക്കാം. നിനക്ക് കിട്ടിയതൊന്നും പോരല്ല. മാഡം, പക്ഷേ ഈ അഗസ്റ്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഓർഡർ ഇടണ്ട. 2 ദിവസം ഒരുത്തനോടെ വെക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ 3-ാം മുറയും ഭേദ്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞ SP സാറ് തന്നെ വിളിച്ചത് സാറിൻ്റെ ഒഫീഷ്യൽ നമ്പറൊന്നും അല്ലല്ലോ. അതുകൊണ്ടൊന്നും നോക്കണ്ട. വല്ല അന്വേഷണമോ പൊല്ലാപ്പോ വന്നാൽ ഈ അഗസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ സ്ഥലത്തില്ല എന്നേ പറയും. സാറ് ധൈര്യമായിട്ട് പോയി ചോദിക്കേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ SP എടുത്ത് പറയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. സാർ ഇവിടെ വന്നതും ഈ പ്രതിനെ ഇവിടെ വെച്ച് ചോദ്യം ചെയ്തത് ഞാൻ GD-യിൽ എഴുതട്ടെ? വേണ്ട, ഇന്നൊരു ദിവസത്തേക്ക് അവൻ ഇവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ ഞങ്ങൾ കൊണ്ടുപോയിക്കണം. അവനെ ഹാൻഡ് കഫ് ചെയ്തിട്ട് വാടോ. ഹംസേ, വഴിമാറിയല്ലോടാ. നീ ഏതാടാ? എന്താ നിന്റെ കേസ്? ഹംസ വേണ്ട.
ഹംസേ സാറേ കഴിഞ്ഞു. സർ എൻ്റെ ബാഗ് ഞാൻ എടുത്തോട്ടെ. എവിടെ വെച്ചിരിക്കണം? ആ റൂമിൽ. ആ പോയി എടുത്തോ. ആ സാറേ സാറേ മാറിക്കിടും. ആ ചെറുക്കൻ തീർന്നോ കേട്ടോ. ഈ പോലീസ് സ്റ്റേഷൻ എന്നാ നടക്കുന്ന ആൾക്കാർ അറിയട്ടെ നീ. കാവൽ നിൽക്കേണ്ടവർ തിരിഞ്ഞുകൊത്തുമ്പോൾ ആസം അഷ്കർ വധക്കേസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, എറണാകുളം ജില്ലയിൽ 21 വയസ്സ് പ്രായമുള്ള യുവാവിനെ മൃഗീയമായി പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടത്. Ladies and gentlemen, a shocking incident coming from the state of Kerala. മറ്റ് പോലീസുകാരെ This is not something new for the state of Kerala. They have done it in the past. Kerala mein wants to know. Today on national debate, Principal SI Susanna, Head Constable Augustine, Constable CID has arrested Sub-Inspector of Police Susanna Paul in the custodial death of a 21-year-old boy, India's most grisly murder. See, the investigation is going on. The officers found guilty will be punished.